പ്രിയപ്പെട്ട കുട്ടികളെ, രാജേഷ് മാഷാണ്. എന്തു പറയണം, സുഖല്ലേ? നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ എല്ലാ ആഴ്ചയിലുമുള്ള പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ വീഡിയോയിലെ 10th സ്റ്റാൻഡേർഡിലെ 10ാം ക്ലാസ്സില് നമ്മൾ കണ്ടിരിക്കുന്ന വിഷയം മാത്സിൽ മറ്റൊന്നുമല്ല. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ, അല്ലെ? പ്രധാനമായിട്ട് നമ്മൾ കണ്ട വിഷയം അതായിരുന്നു. വാട്ട് ഈസ് മെൻ ബൈ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? വേറൊന്നുമല്ല, പേര് കേട്ടാൽ തന്നെ അറിയാം. സൈക്കിൾ, ചക്രം, വണ്ടിച്ചക്രം, അല്ലെ? അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്വാഡ്രിലാറ്റർ, അതിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്റർ. വെറുതെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞാൽ പോരാ. ഇഫ് ഓൾ ദ വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ ദ സർക്കിൾ, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ, വൃത്തപരിധിയിലാണെങ്കിൽ, അത്തരം ക്വാഡ്രിലാറ്ററിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. And what is the speciality of a cyclic quadrilateral? എന്താണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? നത്തിങ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതിന്റെ എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അഥവാ എതിർ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. Or the opposite angles are supplementary. Okay? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഒരു പ്രധാനപ്പെട്ട തിയറം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ന് മാഷ് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, തുടങ്ങുകയാണ്. എന്നിട്ടൊരു ലേശം അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിന് എപ്പോഴും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജിയോജിബ്ര എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ആപ്പാണ്. നമുക്ക് അതിലേക്ക് പോവാം, അല്ലെ? അഥവാ സ്ക്രീനിലേക്ക് പോവാം. അതിലെ നല്ലത്. സോ ഓൾ ആർ വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടി അപ്ഡേറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ എല്ലാ ആഴ്ചയിലുമുള്ള മാത്തമാറ്റിക്കൽ ക്ലാസ്സസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഓതിക്കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള വസ്തുതയിലേക്ക് കടക്കാം. സോ എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് വരിക. ഇപ്പൊ മാഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്? മറ്റൊന്നുമല്ല, മാഷ് പറഞ്ഞു നിർത്തിയ കാര്യം തന്നെ. എന്ത്? Opposite angles of a cyclic quadrilateral are supplementary, or the sum is 180 degree. So, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അല്ലെ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പേര് വിളിക്കാൻ പറ്റുക? ഇപ്പൊ ഇവിടെയുള്ള ബി, സി, ഡി, ഇ എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പേര് വിളിക്കാൻ പറ്റും? മറ്റൊന്നും കൊണ്ടുമല്ല, അതിന്റെ 4 മൂലകൾ ബിയും സിയും ഡിയും ഇയും എവിടെയാണ്? സർക്കിളിൽ, വൃത്തത്തിൽ. അതുകൊണ്ട് അല്ലെ? എന്താണ് അതിന്റെ പ്രത്യേകത? ഒന്നുമല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. നോക്കുക, നമുക്കൊന്ന് ഇവിടെ 85ഉം 95ഉം 85 95 കൂടി കൂട്ടിയാൽ എത്രയാ? 180. ശരിയാ. ഓക്കെ, 88ഉം 92ഉം 92ഉം കൂട്ടിയാൽ എത്രയാ? അത് കൂട്ടിയാൽ 180 തന്നെയാണ്, അല്ലെ? 180 തന്നെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഒരേ കളറിലുള്ള ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കിയാൽ മതി, കൂട്ടി നോക്കിയാൽ മതി നിങ്ങളുടെ മനസ്സിൽ. ഇത് ഉറപ്പിക്കണ്ടേ? നമുക്കിത് ഉറപ്പിക്കണമെങ്കിൽ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. മൂവ് എനി വെർട്ടെക്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ദെൻ ചെക്ക് ദ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതിൽ ഏത് വെർട്ടെക്സ് വേണമെങ്കിലും ഇവിടുന്ന് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക, ഇളക്കി നോക്കുക, മാറ്റി നോക്കുക.
എന്നിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് കൂട്ടി നോക്കുക. നിങ്ങളൊന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതി കൂട്ടിയാൽ മതി കേട്ടോ, ശരിയാണോ എന്നറിയാൻ. അത് ശരിയാണ് എന്നുള്ളത് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ മാഷ് നിങ്ങളുടെ മുന്നിൽ തെളിയിച്ച് തന്നിട്ടുണ്ട്, പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെറുതെ അന്ന് ജസ്റ്റ് ഒന്നുകൂടി നോക്കുന്നു മാത്രം. അപ്പൊ മാഷ് ഇ എന്ന് പറയുന്ന ഈ വെർട്ടെക്സ് ഇവിടെ നിന്ന് മാറ്റി നോക്കുന്നു. എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ആ ആംഗിളിന്? ഉണ്ടോ? ആ ആംഗിളിന് മാറ്റമില്ല. എന്തുകൊണ്ട് ആ ആംഗിൾ മാറാത്തത്? യെസ്, അതിന് വേറൊരു കാര്യമുണ്ട്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആണത്, അല്ലെ? ഒരേ സെഗ്മെന്റിലെ ആംഗിൾ ആണ്. ബിന്ന് തുടങ്ങി ഡിയിൽ അവസാനിക്കുന്നതാണ്. ബിയും ഡിയും മാറാത്തിടത്തോളം കാലം ഇ എന്ന് പറയുന്ന ആംഗിളിന്റെ അളവ് എന്തേ നിൽക്കുള്ളൂ? 92 തന്നെ നിൽക്കുള്ളൂ, മാറില്ല. അതുകൊണ്ട് തന്നെ ഈ 92 88 കൂട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ 180 തന്നെയാണ്. നമുക്ക് നോക്കേണ്ടത് അതല്ല, ഇതാ ഈ നീല കളറിലുള്ള രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. 73 ഇത് കുറഞ്ഞു. അപ്പൊ ഇത് നോക്കാം, 107 കൂടി. എത്രയാ ടോട്ടൽ? 180 ഡിഗ്രി അല്ലേ? യെസ്. ഇനി അത് എങ്ങനെ മാറ്റി നോക്കിയാൽ ഇപ്പൊ നോക്കാം, 59 121 കൂട്ടിയ എത്രയാ? 180 ഡിഗ്രി. ശരി, നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഈ ബിയോ ഡിയോ ഒന്ന് മാറ്റി നോക്കിയാലോ, അല്ലെ? ഇപ്പൊ ഇത് മാത്രം മാറ്റിക്കൊണ്ട് ഞാൻ അല്ലെങ്കിൽ സി മാറ്റി നോക്കാം. നമുക്ക് ഇതാ സി മാറ്റുമ്പോഴും ഇതുപോലെ തന്നെയല്ലേ? ആ 88 മാറില്ല. എന്തുകൊണ്ടാ മാറാത്തത്? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്, അതൊരിക്കലും മാറില്ല. പിന്നെ മാറുന്നത് ബിയും ഡിയും ആണ്. പക്ഷെ മാറുന്നതിനനുസരിച്ച് അതിന്റെ സമ്മിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? തുകയ്ക്ക് 104 76 കൂടി കൂട്ടിയിട്ടുള്ള ചേത്ര തന്നെയാണ്, 180 തന്നെയാണ്, മാറ്റം വരുന്നില്ല. കണ്ടോ? അല്ലെ? ഇനി നമുക്ക് ഇതില് ബിയോ ഡിയോ ഒന്ന് മാറ്റി നോക്കിയാലോ. അപ്പോ ബിയും ഡിയും മാറുന്നില്ല ആംഗിള്, കാരണം ബി 104 തന്നെയാണ്, 104 തന്നെയാണ്, ഡി 76 തന്നെ. മാറ്റം വരുന്നത് സിക്കും ഇക്കും ആണ്, അല്ലെ? ആ സിയും ഇ ഒന്ന് കൂട്ടി നോക്കപ്പോ ഇവിടെ 93 87 ആയി. കൂട്ടി എത്രയാ? 180 ആണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഇതാ 86 94 കൂട്ടി എത്രയാ? 180 തന്നെയാണ്. ഇനിയിപ്പോ അവിടേക്ക് വന്നോട്ടെ, 69 111 കൂട്ടിയ എത്രയാ? 180 ആണ്, അല്ലേ? അപ്പോ ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 മൂലകൾ ഒരു സർക്കിളിൽ ആവുന്നിടത്തോളം കാലം, ഇത് സർക്കിളിന്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ പോയാൽ നടക്കില്ല. ആ സർക്കിളിലാവുന്നിടത്തോളം കാലം ആ ക്വാഡ്രിലാറ്ററിനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പേര് വിളിക്കാം. ഒന്ന്, സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എല്ലാം ഇപ്പോഴും 180 ഡിഗ്രിയെ കിട്ടുള്ളൂ, ഒരു വ്യത്യാസവും വരില്ല. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്ത് നോക്കി ബോധ്യപ്പെട്ടു. ഇനി ഇത് ചെയ്തു നോക്കാനുള്ള ജിയോജിബ്ര ഫയൽ കൂടി നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം അതൊന്ന് ചെയ്ത് നോക്കാം. മാഷ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് വെർട്ടെക്സ് വേണമെങ്കിലും മാറ്റി നോക്കാം. ബിയോ സിയോ ഡിയോ ഇയോ ചെക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റിന്റെ പ്രത്യേകത, ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ? അതുപോലെ തന്നെ ഈ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും പരസ്പരം എല്ലാം ഒന്ന് മാറ്റി എല്ലാം ഒന്ന് 90 ഡിഗ്രി ആക്കി നോക്കുക നിങ്ങൾ. അങ്ങനെ 90 ഡിഗ്രി ആക്കി നോക്കുമ്പോൾ ഈ ക്വാഡ്രിലാറ്ററിന് എന്ത് ഷേപ്പ് കിട്ടുന്നുണ്ട് എന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, ചെയ്തിട്ട്. മാഷ് പറയുന്നതല്ല, നിങ്ങൾ സ്വയം ചെയ്ത് മനസ്സിലാക്കുക. സ്വയം ചെയ്യാനുള്ള ഫയലുകൾ മാഷ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. നോക്കൂ, സ്വയം പഠിക്കും. ഇപ്പൊ സ്വയം പഠനമാണല്ലോ വീട്ടിലിരുന്നു കൊണ്ട്, അല്ലേ? പിന്നെ ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മാത്രം. ചില വർക്ക്ഷീറ്റുകളിലൂടെയും ചില വീഡിയോകളിലൂടെയൊക്കെ, അല്ലേ? ഓക്കെ, അപ്പൊ ആ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. ഇതിവിടെ വെച്ച് നിർത്തുകയാണ് മാഷ്. ഏത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ആ പ്രോപ്പർട്ടി നമ്മളത് കണ്ടിട്ടുള്ള കാര്യമാണ്, അല്ലേ? മാഷ് അതിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു കാര്യം എന്നറിയോ? മറ്റൊന്നുമല്ല, നിങ്ങൾ ആ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്. അതിന്റെ എല്ലാ വെർട്ടിസസും സർക്കിളിലാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേക ഷേപ്പ് വരുമല്ലോ, അല്ലേ? ആ ഷേപ്പ് എന്താവും ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിന്റെ ഏരിയയുമാക്കി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ
ടെക്സ്റ്റ് ബുക്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ മാക്സിമം ഏരിയ എപ്പോഴാണ് വരിക, അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ എന്നൊക്കെ സ്വയം ഒന്ന് ചെയ്ത് ബോധ്യപ്പെടുക നിങ്ങൾ. മാഷ് അതിൽ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ മാഷ് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കുക. വേറൊന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള എന്ത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ കാര്യത്തില് ഇപ്പൊ മാഷ് പറഞ്ഞു നിർത്തിയത് വേറെ ഒന്നുമല്ല, അതിന്റെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് വരണം. നിങ്ങളോട് സ്വയം ബോധ്യപ്പെടാൻ പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ ചില സമയത്ത് ട്രപ്പീസിയത്തിന്റെ ഷേപ്പ് ആവാം, പാരലലോഗ്രത്തിന്റെ ഷേപ്പ് ആവാം. മാഷ അവിടെ ഒരു ചോദ്യം അവശേഷിപ്പിക്കുകയാണ്. പാരലലോഗ്രം ആണെങ്കിൽ അത് സൈക്ലിക് ആവും. നിങ്ങളൊരു പാരലലോഗ്രം വരച്ചു കഴിഞ്ഞാൽ ആ പാരലലോഗ്രം എപ്പോഴെങ്കിലും സൈക്ലിക് ആവൂ? പക്ഷെ നേരത്തെ ചോദിച്ച ആ ചോദ്യവും ഇതുമൊക്കെ ആയി ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ആലോചിച്ച് നോക്കുക. എപ്പോഴെങ്കിലും ഒരു പാരലലോഗ്രം സൈക്ലിക് ആവും. പോട്ടെ, ട്രപ്പീസിയം. എന്താ ഈ ട്രപ്പീസിയം? ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിക്കൊണ്ടുള്ള ക്വാഡ്രിലാറ്ററൽസിനാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. ട്രപ്പീസിയംസ് സൈക്ലിക് ആവും. സാധ്യതകളുണ്ട്. ട്രപ്പീസിയം ഈ പറഞ്ഞ പോലെ സൈക്ലിക് ആവാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴായിരിക്കും ഒരു ട്രപ്പീസിയം സൈക്ലിക് ആവുക? എപ്പോഴായിരിക്കും? നമുക്കൊന്ന് നോക്കണ്ടേ? ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. ഒരു ട്രപ്പീസിയം സൈക്ലിക് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ, ഇറ്റ് ഹാസ് ടു ബി ഐസോസെലസ്. എന്താ ഈ ഐസോസെലസ്? രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട്. ട്രപ്പീസിയത്തിന്റെ ഏത് രണ്ട് സൈഡാണ് ഈക്വൽ ആവുന്ന? നോൺ പാരലൽ സൈഡ്സ്. പാരലൽ അല്ലാത്ത രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രപ്പീസിയം വരച്ചാൽ അതിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രപ്പീസിയം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സമപാർശ്വലംബകം മലയാളത്തിൽ പറയും. അത് സൈക്ലിക് ആണോ? സൈക്ലിക് ആണോ? അതായത് അതിന്റെ 4 മൂലകളിലൂടെയും നിങ്ങൾക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കണ്ടേ? ശരി, നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ ഇനി. ഓക്കെ, ശരി. അപ്പൊ മാഷ് ചോദിച്ച 2-3 ചോദ്യങ്ങൾ മനസ്സിൽ അങ്ങനെ കിടക്കട്ടെ കേട്ടോ, നീറട്ടെ കിടന്നുകൊണ്ട്. ശരി, ഞാൻ ഇപ്പൊ പറയുന്നതിലേക്ക് കടക്കുകയാണ്. ഏതിലേക്ക്? നമ്മുടെ ഐസോസെലസ് ട്രപ്പീസിയത്തിലേക്ക് കടക്കുകയാണ്. സോ നിങ്ങളുടെ സ്ക്രീനിൽ, നിങ്ങളുടെ മുന്നിൽ ഒരു ഐസോസെലസ് ട്രപ്പീസിയം മാഷ് വരച്ചിട്ടുണ്ട്. ABCD എന്ന പേരിലുള്ള ഒരു ഐസോസെലസ് ട്രപ്പീസിയം. Why it is known as an isosceles trapezium? അതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ട്രപ്പീസിയം എന്നറിയപ്പെടുന്നത്? അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലുമാണ്. ഞാൻ പറയാം. ABയും CDയും പാരലലാണ്. ADയും BCയും അതിന്റെ രണ്ട് നോൺ പാരലൽ സൈഡുകളാണ്, സമാന്തരമല്ലാത്ത വശങ്ങളാണ്. അത് രണ്ടും ഈക്വൽ ആണ്. നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ അറിയാം. യു ക്യാൻ ചെക്ക് ഇറ്റ്. 3.63 3.63 രണ്ടും ഈക്വൽ ആണ്. കൂടാതെ അതിന്റെ രണ്ട് ബേസ് ആംഗിൾസും ഈക്വൽ ആണ്. ഒന്ന് 68 ഡിഗ്രി, അടുത്തതും 68 ഡിഗ്രി. കണ്ടോ? അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രപ്പീസിയം. ഇത് സൈക്ലിക് ആണ്. ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്ത്? സൈക്ലിക് ആണല്ലോ അത്. കാരണം ഇങ്ങനെ ഒരു ചിത്രം കാണിച്ചത് ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ട് ഇത് സൈക്ലിക് ആണോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നിങ്ങളുടെ മുന്നിൽ അത് തെളിവുണ്ട്, സൈക്ലിക് ആണ്. പക്ഷേ
ഇങ്ങനൊരു വരച്ച ചിത്രം കൊണ്ട് മാത്രം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ സൈഡുകളിലെ നീളം മാറിയാലോ, 3.63 അല്ലാതെ വേറെ ഏതെങ്കിലും സൈഡുകൾ വന്നാലോ, സർക്കിളിന്റെ റേഡിയസ് ഒക്കെ മാറിയിട്ടുണ്ടാലോ അല്ലേ? സൈഡുകളൊന്ന് മാറ്റി നോക്കണ്ടേ, ആംഗിളുകളൊന്ന് മാറ്റി നോക്കണ്ടേ, സർക്കിളിന്റെ വലുപ്പമൊന്ന് മാറ്റി നോക്കണ്ടേ അല്ലേ? ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂവ് ദ സ്ലൈഡർ എ. നമുക്ക് ഈ ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം. എ എന്ന് പറയുന്ന ആംഗിൾ ഓക്കെ 66 ആക്കാം. നോക്ക്, എ ബി സി ഡി ഒക്കെ സർക്കിളിൽ തന്നെയല്ലേ അല്ലേ? ആ സൈഡിന്റെ നീളവും മാറുന്നില്ലേ? 3.89 ആയില്ലേ? ഐസോസറസ് ട്രപ്പീസിയം അല്ലേ എ ബി സി ഡി? ആണ്. സൈക്ലിക്കും അല്ലേ അത്? ഇപ്പോഴും ആണ്. നോക്കാം, എ 60 ഡിഗ്രി ആയി നോക്കി നമ്മൾ. കണ്ടോ, എക്ക് നമുക്ക് ഇങ്ങനെ ആംഗിളുകൾ മാറ്റി എത്താവുന്ന പരമാവധി ചെറുതാക്കാവുന്ന ആംഗിളുകളിലേക്ക് എത്തിക്കാം അല്ലേ? നോക്കാം, എല്ലായ്പ്പോഴും കണ്ടോ, എല്ലായ്പ്പോഴും ഇതാ ഇനി ഇങ്ങനെ വന്ന് 90 ഡിഗ്രിയിലുമായി. ഇപ്പോഴൊക്കെ ഇത് ഐസോസറസ് ട്രപ്പീസിയം തന്നെ. പക്ഷെ ഇപ്പോ ഇതിന് ഐസോസറസ് ട്രപ്പീസിയം എന്നൊന്നും പേര് പറയേണ്ട ആവശ്യമില്ല. ഈ സാധനത്തിന് നമുക്ക് വേറൊരു പേര് പറയാലോ ഇപ്പോ അല്ലേ? ഇതെന്താ? യെസ്, റെക്റ്റാങ്കിൾ. കാരണം അതിന്റെ ആംഗിളൊക്കെ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊരു ചതുരമായി മാറി. ചതുരം നമുക്കറിയാം സൈക്ലിക്കാം, കാരണം ചതുരത്തിന്റെ 4 മൂലകളിലൂടെയും നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ? ഇനിയിപ്പോ അല്ല, ആ ആംഗിൾ മാറ്റി നോക്കുമ്പോഴും ദാ ഇത് സൈക്കിളിക്ക് തന്നെയാണ് അല്ലേ? സൈക്കിളിക്ക് തന്നെയാണ്. ഇനി നമുക്ക് ആ എ ഡിയുടെയും ബി സിയുടെ ഒക്കെ ലെങ്ത് എക്ക് അനുസരിച്ച് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? സർക്കിള് എ ബി സി ഡിയിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇനി വേണമെങ്കിൽ എയും ബിയും ഒക്കെ നമുക്ക് മാറ്റി നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് ഒക്കെ നമുക്ക് മാറ്റി, കണ്ടോ, വേണമെങ്കിൽ നോക്കാം. ഇതാ അല്ലേ? ഇപ്പോഴും ഇത് തന്നെ എന്താണ്? സൈക്ലിക് ആണ്, ഐസോസറസ് ട്രപ്പീസിയം ആണ്. കണ്ടോ, ഐസോസറസ് ട്രപ്പീസിയം ആണ്. അതിന് പുറമെ അത് സൈക്ലിക്കുമാണ് അല്ലെ? അപ്പൊ ഐസോസറസ് ട്രപ്പീസിയംസ് എല്ലാം ആദ്യം ഐസോസറസ് ട്രപ്പീസിയം എന്താണ് ക്ലിയർ ആവണം. ട്രപ്പീസിയത്തില് 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ, നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് അതിന് ഐസോസറസ് ട്രപ്പീസിയം എന്ന് പേര് വിളിക്കുക. ഓക്കെ, പാരലൽ സൈഡുകൾ ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഷേപ്പേ മാറും. അതുകൊണ്ടാണ് ഷേപ്പേ മാറും അല്ലെ? അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോസറസ് ട്രപ്പീസിയം എന്ന് പേര് പറയുന്നത്. അതെന്താണ്? സൈക്കിളിക്കാണ്. എല്ലായ്പ്പോഴും സൈക്കിളിക്കാണ്, ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ജീവിതത്തിൽ എവിടെ ഒരു ഐസോസറസ് ട്രപ്പീസിയം കണ്ടാലും ഉറപ്പിച്ചോളി, അതിന്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു ചക്രം അല്ലെ, ഒരു വട്ടം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല, ഉറപ്പാണ്. സോ ഐസോസറസ് ട്രപ്പീസിയംസ് ആർ ഓൾവേസ് സൈക്കിൾ. ഇനി ഇത് എന്തുകൊണ്ട്, അത് നമുക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അതിപ്പോ മാഷ് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇവിടെ പറയുകയാണ്. പിന്നീട് അതിന്റെ ഒരു പ്രസന്റേഷൻ മാഷ് നിങ്ങൾക്ക് എത്തിച്ചു തരാം. എന്തുകൊണ്ടാണ് അത് സൈക്കിളിക്ക് ആവുന്നത് എന്ന് തെളിയിച്ചു തരാം. അതൊന്നുകിൽ ബോർഡിൽ ചെയ്തു തരാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസന്റേഷൻ ആക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തു തരാം. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് ട്രപ്പീസിയമാണ്. ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ 2 സൈഡുകൾ എ ബിയും സി ഡിയും പാരലലാണ്. ഓക്കെ, എ ബിയും സി ഡിയും പാരലലാണ്. അത് പാരലൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഈ ആംഗിൾ സി എന്ന് പറയുന്നതും ആംഗിൾ ബി എന്ന് പറയുന്നതും കൂട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ് കിട്ടുക അല്ലെ? ആംഗിൾ സിയും ആംഗിൾ ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, അതില് ഇത് ഐസോസറസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആയിരിക്കും. എയും ബിയും എല്ലായ്പ്പോഴും ഈക്വൽ. അപ്പൊ ബി യും സിയും കൂടി കൂട്ടുമ്പോ 180 ആണെങ്കിൽ ബിക്ക് പകരം നിങ്ങളവിടെ എ എന്ന് ചേർത്ത് കൊടുത്ത് എയും സിയും കൂടി കൂട്ടുമ്പോഴും എത്രയാ കിട്ടുക? 180 ആണ് കിട്ടുക.
എയും സിയും കൂടി കൂട്ടുമ്പോൾ 180 ആണ് എങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന അർത്ഥം. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയ 180 ഡിഗ്രി ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എല്ലായ്പ്പോഴും എന്താണ്? സൈക്ലിക് ആണ്. അപ്പൊ സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് അത് സൈക്ലിക് ആയേ എന്നുള്ളത് ആലോചിച്ചാൽ ഒരു കുഴപ്പമില്ല. ബിയും സിയും കൂടി കൂട്ടിയ 180 ആണ്. കാരണം ഈ രണ്ട് സൈഡുകൾ പാരലൽ ആയതുകൊണ്ട്. ബിയും എയും ഈക്വൽ ആണ്. അതുകൊണ്ട് എയും സിയും കൂടി കൂട്ടിയെന്ന് വെച്ചാലും 180 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നർത്ഥം. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ ഈ ഒരു കാര്യമൊക്കെ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇതും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നിർത്തി മാഷെ അടുത്തതിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോ ഐസോസെലസ് ട്രപ്പീസിയംസ് എന്തുകൊണ്ടാണ് സൈക്ലിക് ആവുന്നത് എന്നുള്ളത് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു, പ്രാക്ടിക്കലായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രൂഫ് വേണം അല്ലേ? പ്രൂഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ടൊന്ന് കാണിച്ചു തരും കൂടി ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു ഐസോസെലസ് ട്രപ്പീസിയം നമ്മുടെ മുന്നിൽ വരയ്ക്കാം അല്ലെ? ശരി, അപ്പൊ ഞാനൊരു ഐസോസെലസ് ട്രപ്പീസിയം ABCD എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രപ്പീസിയം വരച്ചത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഐസോസെലസ് ട്രപ്പീസിയം ആയത് എന്നുള്ളതൊക്കെ വേറെ കാര്യം അല്ലെ? AB പാരലൽ ടു CD ആണ്. അതിന് പുറമെ AD ഈക്വൽ ടു BC ആണ്. പറയാം. ഇനി ഇത് ഒരു സർക്കിൾ കൂടി വരച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ മാഷ ഒരു സർക്കിൾ കൂടി ഇവിടെ വരയ്ക്കാൻ പോകും. സോ ഞാൻ ആ ട്രപ്പീസിയത്തിന്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന മട്ടില് ഒരു സർക്കിൾ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തുകൊണ്ട് സൈക്ലിക് ആയി ഒന്ന് പ്രൂവ് ചെയ്യാൻ പോകും. എന്തുകൊണ്ടാണ് സൈക്ലിക് ആയത്? ശരി, ആദ്യം എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത് AB പാരലൽ ടു CD ആണ്. കാരണം ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ. സോ ഞാൻ ആദ്യം എഴുതാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. AB ഈസ് പാരലൽ ടു CD. ഓക്കെ, അതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്ത് കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം. കാരണം ഇവിടെ ABയും CDയും പാരലൽ ആണ്. അതിനെ വേറൊരു ലൈൻ ഇത് അവിടെ BC കട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ രണ്ട് ആംഗിൾസ്, ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിയ 180 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ? സോ ഞാൻ എഴുതാൻ പോകുന്നതും അതാണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നിർത്താം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് AD ഈക്വൽ ടു BC എന്നാണ്. അപ്പോഴല്ലേ അത് ഐസോസെലസ് ട്രപ്പീസിയം ആവുള്ളൂ. അപ്പൊ അത് ഐസോസെലസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി AD ഈക്വൽ ടു BC. ഓക്കെ, അതും എഴുതി. AD ഈക്വൽ ടു BC ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് അല്ലെ? സോ ഞാൻ അത് എഴുതാൻ പോവാണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിയ 180 ആണെങ്കിൽ ആംഗിൾ ബിക്ക് പകരം എനിക്ക് അവിടെ ആംഗിൾ എ എന്ന് ചേർത്ത് കൊടുത്താൽ പോരെ അല്ലെ? ഇതവിടെ നോക്കിയാൽ തന്നെ അറിയാം. ഈ ബിയും സിയും കൂടി കൂട്ടിയ 180 ആണ്. ഈ ബിയും എയും തുല്യവുമാണ്. അപ്പൊ എനിക്ക് ഈ ബിക്ക് പകരം എ എന്നാണ് ചേർത്താൽ പോരെ അവിടെ. സോ ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത് എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ അല്ലേ? ചിത്രം നോക്കി മനസ്സിലാവും. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇപ്പൊ എന്ത് കിട്ടി? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയ 180 ഡിഗ്രി ആണെന്ന് കിട്ടി. മതിയല്ലോ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ അത് എന്താണ്? സൈക്ലിക് ആണ്. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. കാരണം എന്താ? ആ രണ്ട് ആംഗിൾസും രണ്ട് ഓപ്പോസിറ്റ് സെഗ്മെന്റുകളിലാണ്, രണ്ട് ഓപ്പോസിറ്റ് ആർക്കുകൾ ഉണ്ടാക്കിയതാണ് അല്ലെ? ആ രണ്ട് ഓപ്പോസിറ്റ് ആർക്കുകൾ കൂട്ടിച്ചേർത്താൽ ഒരു ചക്രമായി മാറും, ഒരു സൈക്കിളായി മാറും അല്ലെ? ഒരു സർക്കിൾ ആയിട്ട് മാറും. അപ്പൊ അത് സൈക്ലിക് ആയിട്ട് മാറും. അത്ര തന്നെ ഉള്ളൂ അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അതുകൊണ്ട് എന്റെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി ആയതുകൊണ്ട് ABCD ഈസ് സൈക്ലിക്, ചക്രീയമാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഒരു ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്, ഒരു സമപാർശ്വലംബകം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സൈക്ലിക് അഥവാ ചക്രീയമാണ് എന്നർത്ഥം. ഓക്കെ അല്ലേ?
അപ്പം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നു, അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രം. ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. നമുക്ക് അടുത്തേക്ക് പോകാം. സോ റെഡി.